السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم زدنا علما. സൂറത്തുൽ ലുഖ്മാൻ 20-ാമത്തെ ആയത്ത് മുതലാണ് എടുക്കുന്നത്. പരിഭാഷയിലെ 37-42 പേജ്. ലുഖ്മാന്റെ 20-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما وجدنا عليه آباءنا أولو كان الشيطان يدعوهم إلى عذاب السعير. بسم الله. അലം തറോ തറ എന്നല്ല കേട്ടോ, അവിടെ എന്താണ് തറോ. ഓക്കെ, ഇനി അടുത്ത പേജിൽ തറ എന്ന് വരാൻ വേറെ ഉണ്ട്. ചോദിക്കൂ. ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما وجدنا عليه آباءنا أولو كان الشيطان يدعوهم إلى عذاب السعير. ഓക്കെ, ഉണ്ടായത് കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് നിയമങ്ങൾ പറഞ്ഞു. ലാസ്റ്റ് ആയത്ത് എന്താ പറയുക? വഖ്സുദ് ഫീ മഷ്യിക്, അതിന്റെ തൊട്ടും വലാ തുസഗ്ഹിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അത് കഴിഞ്ഞ് വഖ്സുദ് ഫീ മഷ്യിക് വഗ്ദുദ് മിൻ സൗതിക് ഇന്ന അൻകറ അസ്വാത് സൗത്തുൽ ഹമീർ. അവസാനത്തെ 2 ആയത്തുകൾ, അഥവാ ഒന്ന്, ജനങ്ങളോട് നീ കവിള് കോട്ടരുത്, വല്ല അഹങ്കാരിയായി നടക്കരുത്, അല്ലെ, വല്ല അത്തംശിഫിൽ അർദി മറഹ, അഹങ്കാരിയായിട്ട് നടക്കരുത്, കവിള് കോട്ടരുത്, ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യരുത്, നമ്മളെ ചേർന്നല്ല എന്ന രീതിക്ക് ഒരു സ്വഭാവം പഠിച്ചവർക്ക് ഒരിക്കലും ഇഷ്ടമില്ല. കിബറന്മാരെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, പൊങ്ങച്ച് നടിക്കുന്നവർക്ക് അത് ഇഷ്ടമില്ല. വഖ്സുദ് ഫീ മഷീഖ്, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. കിബറുണ്ടാകരുത് നടത്തത്തിൽ, നമ്മുടെ വേഷത്തിൽ, നമ്മുടെ സ്വഭാവത്തിലൊന്നും കിബറുണ്ടാകരുത്. അതേപോലെ തന്നെ വഗ്ദുദ് മിൻ സൗതിക്, നിന്റെ സൗണ്ട് താഴ്ത്തണം, ഒച്ച ഉണ്ടാക്കരുത്. ആവശ്യത്തിൻ്റെ രീതിയിൽ എന്ത് ചെയ്താൽ മതി? സംസാരിച്ചാൽ മതി. അല്ലെ, നിന്റെ അടുത്തുള്ള ആൾക്കാർ കേട്ടാൽ മതി. എല്ലാവരുടെയും ഒരു വലിയ, നമ്മൾ സാധാരണ ചില രാജ്യക്കാരെ പറ്റി പറയാറുണ്ട്, സൗദിക്ക് വരെ സംസാരിച്ചാത്ത നാട്ടുകാരൊക്കെ ഉണ്ട്. അല്ലേ, അതേപോലെ സൗണ്ട് എടുക്കരുത്. ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, ആരോടാകട്ടെ, മിതത്വം പാലിക്കണം. സൗണ്ടിലും വേണം, നടത്തത്തിലും വേണം. സൗണ്ടിൻ്റെ പ്രത്യേകം പറയാൻ കാരണം ഇന്ന അൻകറൽ അസ്വാത്, ഏറ്റവും മോശപ്പെട്ട ശബ്ദം ഏതാണ്? സൗത്തുൽ ഹമീർ, കഴുതേൻ്റെ സൗണ്ടാണ്. കഴുത കരയുന്ന കേട്ട ആൾക്കാരൊന്ന് കൈ വിളിച്ചാൽ
കേൾക്കാത്ത ആൾക്കാരെ യൂട്യൂബിൽ നിന്ന് അടിച്ചു നോക്കണം, അത് ഇടങ്ങാറുള്ളതാണ്. അത് കേട്ടോക്കണം. എന്താണ് നമ്മളിങ്ങനെ ആ നിലക്ക് എന്ത് ചെയ്ത് ഗരഗരഗര പറയരുത്. ഇത് ഒരു ഇടങ്ങാറുള്ള സൗണ്ട് തന്നെയാണ്. അള്ള ഉപമിക്കാണ്, സൗണ്ട് താഴ്ത്തണം പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനെ ഉപമിക്കാണ്. ഇത് രണ്ടും ഇതൊക്കെ ഒരു മോനോട് പറഞ്ഞു കൊടുക്കുന്ന ഉപ്പ. മക്കൾ നിങ്ങളെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുള്ളതല്ല, നമ്മൾക്ക് ആ സൗണ്ട് ഉണ്ടാകും. ഞാൻ എപ്പോഴും മുമ്പ് സാധാരണ പറയാറുണ്ട്, നമ്മളോട് ഒരാൾക്ക് സംസാരിക്കാൻ തോന്നണമെങ്കിൽ, നമ്മുടെ കൂടെ 10 മിനിറ്റ് ഇരിക്കണമെന്ന് തോന്നണമെങ്കിൽ, അതിൻ്റെ മുമ്പ് ആ ചങ്ങാതിമാരോട് ഈ ചങ്ങാതി എൻ്റെ കൂടെ 10 മിനിറ്റ് ഇരുന്നപ്പോൾ എൻ്റെ സ്വഭാവം അളന്നിട്ടുണ്ടാവും. അന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ സൗണ്ട്, നമ്മുടെ സ്വഭാവം, നമ്മളെ പിന്നെ ഒരുത്തരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിലക്കാർ പറയും, ഞാൻ അവിടെ ഷോപ്പ് തുടങ്ങി, ഇവിടെ ലുള്ളു തുടങ്ങി, അവിടെ ഞാൻ നെസ്റ്റ് തുടങ്ങി, ഇവിടെ ഇതെല്ലാം ഒരു സാധുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇരുത്തി പറയുകയാണ്. നിൻ്റെ ഈ ബടായിയെല്ലാം മറ്റും എന്ത് ചെയ്യണം, കേൾക്കണം. ആരെയും കിട്ടൂല ഇന്നത്തെ കാലത്ത് അല്ലേ? നമ്മൾ വെറുതെ ഇരിക്കുന്ന കിട്ടും ഒരു ലൈമായി കൊടുത്താൽ. പണ്ടുണ്ടായിരുന്നു ഗൾഫിൽ നിന്നൊക്കെ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പ്രത്യേകിച്ച് പറയണം, ഇതിലേക്ക് കടക്കാട്ടോ. ഗൾഫുകാരെ നാട്ടിലേക്ക് വരുമ്പോൾ ജോലിയുടെ ലീവാക്കിയിട്ട് ആൾക്കാർ എയർപോർട്ടിൽ വരിക. ഇപ്പോൾ നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ പണ്ടത്തെ കൂട്ടുകാരെ വിളിച്ചാൽ ഒരു മാസത്തിലേക്ക് 1 ദിവസം 2 ദിവസം കാണാൻ തന്നെ പറ്റും. നമ്മളെക്കാളും ബിസി ആയിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. നമ്മൾ ഈ പണ്ടത്തെ ആ തറവാടിത്തം, ആ രീതി, ഞാനങ്ങനെ അതൊക്കെ പോയിട്ടുണ്ട്. ഇതൊന്നും ഉണ്ടാകരുത് എന്ന് ശരിക്കും ഉപദേശിച്ചു. എന്നിട്ട് അള്ള പഠിച്ചോ നമ്മൾക്ക് ചെയ്ത നിയമത്തിനെ കുറിച്ച് പറയാണ്. അലം തറോ, നിങ്ങൾ കാണുന്നില്ല ചങ്ങാതിമാരെ? അവ ചോദിക്കുക, അന്നല്ലാഹു സഖറ ലക്കും, നിങ്ങൾക്ക് പഠിച്ചോ കീഴ്പ്പെടുത്തി തന്നു. നമ്മൾ യാത്രയിലെ ദുആയിൽ സുബ്ഹാനല്ലദി സഖറ എന്ന് പറയില്ലേ, സഖറ. അള്ളാഹു നിങ്ങളെ കൺട്രോളിലേക്ക് ആക്കി തന്നിട്ടില്ലേ, അല്ലെ കീഴ്പ്പെടുത്തി തന്നിട്ടില്ലേ? മാഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ളതും അതേപോലെ വമാഫിൽ അർദ്, ഭൂമിയിലുള്ളതും. ആകാശത്തും ഭൂമിയിൽ എന്തൊക്കെയുണ്ട് അല്ലേ? സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, മറ്റുള്ള ഗോളങ്ങളുണ്ട്, മഴ, ഇത് എല്ലാം. അതേപോലെ തന്നെ ഭൂമിയിലുള്ള പിന്നെ ഉൽപ്പന്നങ്ങളും ജീവികളും പഠിച്ച നിങ്ങൾക്ക് ഉപയോഗം, നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഴ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യരെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതൊക്കെ അള്ളാഹു സംവിധാനിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. പിന്നെ നിങ്ങൾ വേറെ പോയി കക്കണ്ട. ഇതൊക്കെ ആര് നിങ്ങൾക്ക് തരുന്നതാണ്? പക്ഷെ നിങ്ങൾക്ക് തന്നതാ. നിങ്ങൾക്ക് നന്ദി കാണിച്ചാൽ മതി. നേരെ നിങ്ങൾക്ക് മരിക്കും വരെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എത്ര ഓർമോസ് കടലെടുക്ക് അടച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനുള്ളത് ഓൾറെഡി റെഡിയാണ്. അതിവിടെ കപ്പൽ മുടങ്ങിയാലും വന്നാലും നിങ്ങൾക്ക് കിട്ടും. അതിന് കാരണത്താൽ എന്തൊക്കെയോ വരുന്നുണ്ട്. അധികം വിലയിട്ട് വെക്കുക, പൂഴ്ത്തി വെക്കുക, അല്ലേ, കള്ളത്തരം കളിക്കുക, ഇതൊന്നും വേണ്ട. എല്ലാം നിങ്ങൾ ചെയ്തോ. അവൻ നന്നായി വലുതാക്കി വിശാലമാക്കി തന്നു. അലൈക്കും, നിങ്ങൾക്ക് മേൽ, നിഅമഹു, അവന്റെ നിഅമത്തുകൾ, ളാഹിറതൻ വബാത്തിന, നിങ്ങൾക്ക് ളാഹിറ പ്രത്യക്ഷമായി കാണാൻ പറ്റുന്ന, വബാത്തിന നിങ്ങൾക്ക് അറിയാത്തതും പരോക്ഷമായതും, നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ അനുഭവിച്ച് മനസ്സിലാക്കുന്നതും, ഇതല്ലാത്ത കോടിക്കണക്കിന് നിഅമത്തുകൾ പഠിച്ചോ നിങ്ങൾക്ക് വിശാലമാക്കി തന്നിട്ടുണ്ട്. നമ്മൾ അറിയാഞ്ഞിട്ടാണ്. നമ്മുടെ ശരീരത്തിലൂടെ ചില രോഗങ്ങൾ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഹദീസിലൊക്കെ വന്നില്ലേ, നിങ്ങൾ സ്വതക്ക നൽകണം, അല്ലേ, നിങ്ങൾ ദാനങ്ങൾ നൽകി നിങ്ങളുടെ രോഗം പഠിച്ചോ മാറ്റാനും ആപത്തുകളെ തടുക്കാനും. ഇനി അതുപോലെ നമ്മൾ ദുനിയാവിൽ ചെയ്ത ചില നന്മകളുണ്ട്. നമ്മൾ എവിടെ വൈറലായിട്ടൊന്നും ഉണ്ടാവില്ല, നമുക്ക് എവിടെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ പഠിച്ചോ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് തന്ന നിങ്ങൾ കാണാത്ത കുറെ സമ്മാനങ്ങളുണ്ട്, നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയാത്തതുണ്ട്. നമ്മൾ കാണുന്ന ചില വിഷയങ്ങളൊക്കെ, അല്ലേ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുണ്ട്, അറിയാത്തുണ്ട്. ഇത് സമ്മതിച്ചേ പറ്റും. നമ്മൾ കോടിക്കണക്കിന് നിയമത്തുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതാ അള്ളാഹ് പറഞ്ഞത്, എന്നിട്ട് പടച്ചോൻ പറയാണ്, ജനങ്ങളിലുണ്ട് തർക്കിക്കുന്നവർ, അറിവില്ലാതെ
വലാ ഹുദ, അതേപോലെ തന്നെ വേറെ ഒരു മാർഗവും മാർഗദർശനങ്ങളൊന്നും ഇല്ലാതെ, വലാ ഫി കിതാബിൻ മുനീർ, അതേപോലെ തന്നെ പ്രകാശം ചൊരിയുന്ന അല്ലെങ്കിൽ തെളിവ് പറയാൻ പറ്റുന്ന ഒരു കിതാബും ഒരു തെളിവും ഇല്ലാതെ അള്ളാഹിനോട് തർക്കിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹ് ഇല്ല എന്ന് പറയുന്നവർ, അള്ളാഹുവിന് പങ്കാളികളുണ്ട് എന്ന് പറയുന്നവർ. ചിലരൊക്കെ പറയില്ലേ അള്ളാഹ് ഇല്ല എന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയാറുണ്ട് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പഠിച്ചോ കേൾക്കൂല. നമ്മൾ പിന്നെ മൺമറഞ്ഞു പോയ പിന്നെ ഔലിയാക്കളുണ്ട്, അമ്പിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. നമ്മൾ തെറ്റുകളൊക്കെ ചെയ്തത് കൊണ്ട് നമ്മൾ ഇവരുടെ അടുത്തേക്ക് പോയിട്ട് ആ ജംഗ്ഷനിൽ കൂടി വേണം അള്ളാഹിലേക്ക് പോകാൻ എന്ന രീതിയിൽ അള്ളാഹിനോട് തർക്കിക്കുന്നവരുണ്ട്. മതനിയമങ്ങൾ ഞാൻ മുസ്ലിമൊക്കെ തന്നെയാണ് അല്ലെ. ഇപ്പം എല്ലാവരും മൈക്ക് കൊടുത്ത് പാർക്കിലുണ്ടാവും, കോർണിഷിലുണ്ടാവും, സ്കൂൾ ക്യാമ്പസിലും. ഞാൻ മുമ്പ് ഉദാഹരണം പറയുന്നു അല്ലേ. ഈ ചെറിയൊരു മൈക്ക് കൊടുത്തിട്ട് പിന്നെ സുന്നത്ത് ചെയ്യുന്നതിന് പിന്നെ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. ഒരു മുസ്ലിം കുട്ടിയോട് ചോദിക്കുന്നുണ്ടാകും. ഫത്വ അവിടുന്ന് വരേണ്ടത്. അത് എല്ലാവരും രീതിയിൽ ഒരു നിലയും അറിയാതെ എന്നാൽ ചില ആൾക്കാരുടെ മക്കളല്ലേ മുസ്ലിമായി തന്നെ ആയിരിക്കും, എന്നാൽ ചോദ്യങ്ങൾ ഇവരുടെ സെലക്റ്റഡ് ചോദ്യങ്ങളായിരിക്കും. ചോദ്യം ആരോട് ചോദിക്കണം അതും സെലക്റ്റീവ് ആയിരിക്കും. എന്നിട്ട് മുസ്ലിമാക്കി തന്നെയാണ്. പക്ഷെ ഇസ്ലാം ആ നിയമം എനിക്ക് പോരാൻ തോന്നുന്നുണ്ട്. എന്തോ ആ നിയമത്തിൽ കാര്യം പോലും ചിലപ്പോൾ ഉണ്ടായിരിക്കണമെന്നില്ല. ഈ രീതിയിൽ പഠിച്ചവരോട് തർക്കിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹ് പറയാണ് ആകാശത്തും ഭൂമിയിലും മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തന്നത്. നിങ്ങൾ കാണുന്നതും കാണാത്തതുമായ ഒരുപാട് നിഅമത്തുകൾ നിങ്ങൾക്ക് പഠിച്ചോ വിശാലമാക്കി തന്നിട്ടുണ്ട്. ഈ നിയമത്തിലൊക്കെ തന്നിട്ട് അള്ളാഹ് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നന്ദി കാണിക്കണം. നിങ്ങൾ നന്ദി കാണിക്കും പഠിച്ചവനോട്. നന്ദി കാണിച്ചാൽ പഠിച്ചതിൻ്റെ സമ്മാനം എന്താണ്? ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ അള്ളാഹിനോട് എത്ര ശുക്ർ കാണിക്കുന്നുവോ പഠിച്ചവൻ അത്രക്കും നിങ്ങൾക്ക് തരും. നിങ്ങളെ പഠിച്ചവൻ പൂട്ടിക്കൂല. അള്ളാഹ്ക്ക് നിങ്ങളെ ഇഷ്ടം. കാരണം നിങ്ങൾക്ക് തരുന്നതിനൊരു അർത്ഥമുണ്ട്. നിങ്ങൾ നന്ദി കാണിക്കുന്നത്. പിന്നെ പഠിച്ചവൻ വലഇൻ കഫർതും, നിങ്ങൾ നിഷേധം കാണിക്കുകയാണെങ്കിൽ അള്ളാഹു ധന്യനാണ്. അള്ളാഹു ധന്യനാണ്. നിന്റെ ഈ നന്ദിയൊന്നും പഠിച്ചോനിക്ക് വേണ്ട. ഞാൻ 5 നിസ്കരിച്ച് അള്ളാഹ്ക്ക് എന്തോ കിട്ടുന്നു എന്നുള്ള ധാരണ നിനക്ക് വേണ്ട. ഞാൻ ഖുർആൻ ക്ലാസ് കേൾക്കുന്നു, പഠിക്കുന്നു, മുസ്ലിമായി ജീവിക്കുന്നു, എന്തോ ഒരു ഔദാര്യം ഇസ്ലാമിനോട് കാണിക്കുന്നു എന്നും വേണ്ട. പഠിച്ചോൻ നിനക്ക് കാണിക്കുന്നു എന്നൊരു ബോധ നിങ്ങൾക്ക് വേണ്ടത്. മനുഷ്യന്റെ പ്രത്യേകത وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ وَإِذَا قِيلَ لَهُمْ, അവരോട് പറയപ്പെട്ടാൽ അല്ലേ എന്താ പറയുക? നിങ്ങൾ പിൻപറ്റണം, നിങ്ങൾ ഫോളോ ചെയ്യണം. എന്ത്? മാ അൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയ ഖുർആൻ സുന്നത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾ ഇസ്ലാമിനെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഖാലു, മനുഷ്യൻ അവരുടെ മറുപടി എന്താണ്? ഖാലു ബൽ നത്തബിഉ, ഞങ്ങൾ പിൻപറ്റും മാ വജദ്ന അലൈഹി ആബാഅന, മാ വജദ്ന, ഞങ്ങൾ കണ്ട ഒന്നിനെ പിൻപറ്റും. അലൈഹി ആബാഅന, ഞങ്ങളുടെ ഉപ്പ ഉമ്മ ഉപ്പാപ്പ ഉമ്മാമ, അവരുടെ ഉപ്പ അവരുടെ ഉമ്മ, ഇവരൊക്കെ എന്തിനാണോ ഞങ്ങൾ കണ്ടത്. അഥവാ നിങ്ങൾ അള്ളാഹിന്റെ ഖുർആനും സുന്നത്തും പിൻപറ്റണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കതൊന്നും പറയണ്ട. ഇവിടെ ഉപ്പ ഉമ്മക്ക് മഹലിൽ പണ്ടേ രീതിയുണ്ട്, ഞങ്ങൾ അതിനെ പിൻപറ്റും എന്നവർ പറയും. അവലു കാന ശൈത്താൻ, ശൈത്താൻ ആണെങ്കിലും അവരങ്ങനെ ചെയ്യോ? യദ്ഉഹും, അവരെ ക്ഷണിക്കുകയാണെങ്കിലും ഇല അദാബ്, ശിക്ഷയിലേക്ക്, സഈർ, കത്തുന്ന നരകത്തിന്. അന്ന് ചോദിക്കുകയാണ് എന്ത് വന്നാലും നിങ്ങൾ ഉപദേശിക്കുന്നു, ഇവിടെ വേണ്ട. ഞങ്ങൾ പണ്ടേ കാരണന്മാരോട് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഇതേ ഞങ്ങൾ നടപ്പാക്കുന്നു. അന്ന് ചോദിക്കുക അവലോ കാന ശൈത്താൻ യദ്ഉഹും ഇല അദാബി സഈർ, കത്തുന്ന നരകത്തിലേക്ക് ശൈത്താൻ അവരെ ക്ഷണിക്കുകയാണെങ്കിൽ അവരെ അതായിരിക്കും പിൻപറ്റുക എന്നുള്ളത്. മക്കത്തെ മുശ്രിക്കീങ്ങളും ശിർക്കൻ വിശ്വാസം ഇന്ന് കൊണ്ട് നടക്കുന്ന ആളുകൾ ഇതിലൊക്കെ ഒരുപോലെ വാദങ്ങൾ പറയാറുണ്ട്. നമ്മൾ ഒരു നാട്ടിൽ പോയിട്ട് പറയാണ് നിങ്ങൾ ഇന്ന രീതിയിലാണ് ഇസ്ലാമിനെ ഫോളോ ചെയ്യണം. ഒരിക്കലും ഇസ്ലാമിൽ ഒരു കാര്യം ഇവിടുന്ന് അങ്ങോട്ടല്ല എണ്ണേണ്ടത്, ഇവിടുന്ന് അങ്ങോട്ട് എണ്ണേണ്ടത്, അവിടുന്ന് ഇങ്ങോട്ട്. ഒരു സ്വലാത്ത്, ഉദാഹരണത്തിന് താജുസ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാൻ താജുസ്വലാത്ത്.
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വലാത്ത് അല്ലെ, നാരിയത്ത് സ്വലാത്ത് ഉണ്ട്, താജ് സ്വലാത്ത് ഉണ്ട്, കെൻസ് ഉണ്ട്, അങ്ങനെ കുറെ സ്വലാത്തുകൾ പേര്. എന്താ താജ് സ്വലാത്ത്? ഒരാളോട് പറയാണ്, നിങ്ങൾക്ക് നബിയെ സ്വപ്നം കാണണം എങ്കിൽ ഇതാ ഈ ബുക്ക്, ഇതിൽ സ്വലാത്ത്, ഈ സ്വലാത്ത് ചൊല്ലിയാൽ റസൂലുള്ളാഹി നിങ്ങൾക്ക് സ്വപ്നം കാണാം. ഇത് പറയാണ്. ഇങ്ങനൊരു സ്വലാത്ത് അള്ളാഹുവിന്റെ ദീനിൽ ഖുർആൻ നമുക്ക് കാണാൻ കഴിയൂല. ഹദീസുകൾ, റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസുകൾ അതിൽ കാണാൻ കഴിയൂല. സ്വഹാബികൾ അവർ ചൊല്ലിയപ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് കാണാൻ കഴിയൂല. സ്വഹാബികൾ ചൊല്ലിയപ്പോൾ നിങ്ങൾ ചൊല്ലിക്കോ എന്ന് പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി ചൊല്ലിയിട്ടില്ല. താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, സ്വഹാബികളെ കണ്ടവർ അല്ലേ, അവരെ കണ്ടവർ, ഇവരൊന്നും ചൊല്ലിയിട്ടില്ല. കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഒരാൾക്ക് തോന്നി ഇങ്ങനൊന്ന് എഴുതാം. ആ എഴുതിയ വ്യക്തി ഇന്ന നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ചുപോയ ആളാണ്. ഇന്നും പറയാൻ ഇതാണ് സ്വപ്നം കാണാൻ സ്വലാത്ത്. ഈ അധികാരം ദീനിൽ ഉണ്ടാക്കാൻ ആരാണ് തന്നത്? അപ്പൊ പറയാണ്, ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾ ഈ നാട്ടില് ഉപ്പാനെ ഉപ്പാപ്പാനെ കാരണവന്മാരെ ഈ മഹല്ലൊക്കെ കണ്ടത് ഇങ്ങനെയാണ്. ചില വഴുതുകൾ അങ്ങനെയാണ്. നിങ്ങൾ അറിയോ നാട്ടുകാരെ, അവർ കൂട്ടർ വന്ന് പറയുന്നു അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ദുആ ചെയ്യാൻ പാടുള്ളൂ, സഹായം തേടാൻ പാടുള്ളൂ. ഈ മഹലിൽ എത്ര ആൾക്കാർ മരിച്ചുപോയിട്ടുണ്ട്, എത്ര ഖബറുകളുണ്ട് ഈ നാട്ടിൽ. ഇവിടെ ഈ ആണ്ടുത്സവം നടക്കുന്നുണ്ട്, നേർച്ചപ്പൂരങ്ങൾ നടക്കലുണ്ട്, ഏതോ ഒരു ഉപ്പാപ്പാന്റെ മക്ബറ അവിടെ ഉണ്ട്. നമ്മളെല്ലാവരും അവിടെ പോയി സഹായം തേടാറുണ്ട് അല്ലെ. ഇതൊക്കെ ഇങ്ങനെ തേടി കുറേ ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഇവർ പറയുന്നത് ഓരോക്കെ എന്താണ് കാഫിര്യങ്ങളാണ്. എന്നാ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടി പറയാം. സത്യത്തിൽ ഈ ന്യായാണ് പ്രവാചകന്മാരുടെ നാട്ടുകാർ പറഞ്ഞത്. പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ പറയും, നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഞങ്ങളെ ബാപ്പാനെ ഉപ്പാപ്പാനൊക്കെ എങ്ങനെ കണ്ടോ ഞങ്ങൾ അതിൽ മാത്രം എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. 3 കാരണങ്ങളാ പറയാ അള്ളാഹു എല്ലാത്തവരും വിളിച്ചു പ്രാർത്ഥിക്കാൻ. അതിൽ ഒന്നേതാണ് മക്കത്തെ മുശ്രിക്ക് പറഞ്ഞത്, ഞങ്ങൾ പിന്നെ ഹാ ഉലായി അല്ലെ, ഈ കൂട്ടം ആളുകൾ പിന്നെ മാ നുഖരിഹും ഇലല്ലാഹി സുൽഫ ഇലാ ഇലല്ലാഹി സുൽഫ, ഇവരെ മാ നഅബുദുഹും ഇല്ലാ ഇലല്ലാഹി അല്ലെ എന്ന് പറയും. ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നതിനാണ് ഇല്ലാ നുഖരിബുഹും ഇലല്ലാഹി സുൽഫ, അള്ളാഹിലേക്ക് അടുപ്പിക്കാൻ ഒരു വഴി. അത് ഇന്നും അതാ പറയാ, ഞങ്ങൾ ഇവിടെയൊക്കെ തേടുന്നതിനാണ് ഇവരെ നമ്മളെ അള്ളാഹിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ പറയാ, മക്കത്തെ മുശ്രിക്ക് അള്ളാഹിലേക്ക് റെക്കമെൻഡ് പറയും. ഇന്നും എന്താ പറയുന്നത്, ഇവരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹിന്റെ ശഫാഅത്ത് പറയും. 3-ാമത്തെ ന്യായം എന്താണ്, ഞങ്ങൾ ഉപ്പാനെ ഉപ്പാപ്പാനൊക്കെ ഞങ്ങൾ എന്തിനാണോ കണ്ടത് അതേ ഞങ്ങൾ ഫോളോ ചെയ്യും. ഇന്നും പറയുന്ന ന്യായം എന്താണ്, ഞങ്ങളിതാ ഉപ്പാപ്പ ഞങ്ങളെ മഹല്ലി എന്ത് പറഞ്ഞാൽ നിങ്ങൾ അതേ ഫോളോ. ഇതെല്ലാമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഏത് വിഷയത്തിൽ നമ്മൾ നോക്കുക, ഖുർആനിൽ അതുണ്ടോ, സ്വഹീഹായ ഹദീസിൽ അതുണ്ടോ, ഉണ്ടെങ്കിൽ ചെയ്യണം. ദീനതില്ല. ഒരു നിസ്കാരത്തെ കുറിച്ച് പെട്ടെന്ന് നമ്മൾ കേൾക്കാണ്, ഇതൊരു നിസ്കാരം, ആ നിസ്കാരം 100 റക്അത്ത് നിസ്കാരം, 50 റക്അത്ത് നിസ്കാരം, ഇത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ, ഉണ്ടെങ്കിൽ ചെയ്യണം. ഇല്ലേ, അല്ലാഹു റസൂൽ പഠിപ്പിച്ചില്ലേ, പിൽക്കാലത്ത് ഏതോ പണ്ഡിതൻ എഴുതി ഉണ്ടാക്കിയതാണോ? പാടില്ല, നമുക്ക് കൂലി കിട്ടൂല. ചൊല്ലുന്ന സ്വലാത്തുകൾ, ചെല്ലുന്ന ദിക്റുകൾ, ചെല്ലുന്ന അതേപോലെ തന്നെ നിസ്കാരങ്ങൾ ഏതും അള്ളാഹുവിനടുക്കൽ കബൂലാക്കപ്പെടണമെങ്കിൽ കൂലി പോട്ടെ, പഠിച്ച കബൂലുണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അള്ളാഹുവിന്റെ ദീനിൽ അത് ഉണ്ടായിരിക്കണം. അല്ലാതെ ഉപ്പാനെ ഉപ്പാപ്പാനെ നാട്ടുകാരെ നോക്കിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നാട്ടിൽ പലതും കാണും. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ കല്യാണം ഒരു ആചാരം വരികയാണ്. ഇപ്പൊ കല്യാണ പെണ്ണ് 2 ആൾ തോളിൽ കൈയിട്ടിട്ടല്ല വരിക. ഇപ്പൊ എന്താ വരിക, 4 കാലും പിടിച്ച് അല്ലെ മോഡലാ വരിക. ഇന്ന് നമുക്ക് പുതിയതാണത്. നമ്മുടെ മക്കളെ പോയി സംഗതി ഉണ്ടെങ്കിൽ ഇതൊരു കല്യാണം നിർബന്ധമുള്ള പോലെ വരും. അല്ലെ, ഈ ഒരു നടപ്പായി. ആദ്യം ഇന്ന് അരോചകം പറഞ്ഞ ആൾക്കാർ പോലും ഇന്ന് നടപ്പായി പോയി അല്ലെ. ആണും പെണ്ണും കാൽ കൂടിക്കഴിഞ്ഞ് എല്ലാവരും നമ്മളതിലേക്ക് നമ്മളുമായി പോയി. വിശ്വാസവും ഇങ്ങനെയല്ല. തെറ്റിനോട് ഇന്ന് വെറുപ്പില്ല. പണ്ട് നമ്മൾ തെറ്റ് ചെയ്യേയില്ല, ആ തെറ്റുകൾ നമ്മൾ മനസ്സുകൊണ്ട് എതിർപ്പുണ്ടാവുമായിരുന്നു. ഇന്ന് അതൊന്നല്ല. ഇന്നെല്ലാം പോയി തെറ്റുകളും അല്ലെ, നന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ തെറ്റിലേക്ക് നമ്മൾ എത്തിപ്പോയി. ഒരു സിനിമ കാണാൻ പോലും അതിന്റെ ബാക്കിയൊന്നും വശത്ത് കിടക്കുന്നില്ല. ഒരു സിനിമ കാണുമ്പോൾ പോലും ആൾക്കാർ കാണിക്കുന്നത് സൂക്ഷ്മത മുമ്പുണ്ടായിരുന്നു അല്ലെ, കാണാതെ പോകാതെ എന്തോ ഒരു കുറവുണ്ട്. ഇന്നങ്ങനെയല്ല.
ഇന്ന് കള്ള് ഷോപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ പിന്നെ വ്ളോഗ് ചെയ്യാൻ മാപ്പിള കുട്ടികളെ മുമ്പിൽ നിൽക്കുക. നിങ്ങൾക്ക് നല്ല വേണോ ഇവിടെ വാ. ആരാ പറയുന്നത്? 5 നേരം നിസ്കരിക്കുന്ന കോവപ്പെട്ട ഒരാൾ പറയാണ് അല്ലേ, ഇങ്ങനെ പറയാണ്, പരസ്യമായിട്ടെല്ലാം പറയാണ്. ഓരോ തെറ്റുകൾ ഞാൻ ഒന്നിന്റെ പേരെടുത്ത് പറയുന്നില്ല, തെറ്റുകൾ പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറയുന്നത്? ഞങ്ങളെ ഈ കൗമിൽ ഞങ്ങളെ ഈ ഒരു പിന്നെ ആൾക്കാർക്ക് ഞങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കുഴപ്പമില്ല. ഇത് മക്കത്തെ മുസ്ലിങ്ങൾ പറഞ്ഞായ. പക്ഷെ അള്ളാഹ് ചോദിക്കാൻ കേട്ടോ, അവലോകാന ശൈത്വാൻ യദ്ഉഹും ഇലാ അദാബിസ് സഈർ, നരകത്തിലേക്ക് ഇവരെ ക്ഷണിക്കുകയാണെങ്കിലും ഇവർ അങ്ങനെ തന്നെ ചെയ്യുമോ? അള്ളാഹ്ക്ക് ഒരു അത്ഭുതമുള്ള ചോദ്യമാണത്. അടുത്തായത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചോദാം. സ്റ്റാർട്ട് ചെയ്തു. ومن يسلم وجهه إلى الله وهو محسن فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور ومن كفر فلا يحزنك كفره إلينا مرجعهم فينبئهم بما عملوا إن الله عليم بذات الصدور. ومن يسلم, ആര് കീഴ്പ്പെടുത്തിയാൽ, വജ്ഹ തൻ്റെ മുഖത്തെ ഇലല്ലാഹ് അല്ലാഹുവിലേക്ക്, ഒരാളെ മുഖത്തെ അല്ലാഹുവിലേക്ക് കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ശരിക്കും അള്ളാഹിന്റെ മുമ്പിൽ സറണ്ടർ ആവുക, എല്ലാം അംഗീകരിക്കുക. എങ്ങനെ? വഹുവ മുഹ്സിൻ, അവൻ ഏറ്റവും നന്നായിക്കൊണ്ട്. ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒരാൾ അള്ളാഹിലേക്ക് മടങ്ങുക, സുജൂദോ റുക്കുവോ നിസ്കാരോ ടോട്ടലി അള്ളാഹിലേക്ക് മടങ്ങുക. അതെങ്ങനെയാണ് പഠിച്ചോനിക്ക് വേണ്ടത്? വഹുവ മുഹ്സിൻ, ഏറ്റവും നല്ലത്. അള്ളാഹ്ക്ക് ഒന്നുമല്ല വേണ്ടത്. ഇതാ തവല്ല ഫഅഹ്സനൽ വുളു, ഒരാൾ വുളുവെടുത്തു, ആ വുളുവിനെ ഏറ്റവും നന്നാക്കി. സൂറത്തുൽ മുൽക്കില്ലേ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അക്തറു എന്നല്ല പറഞ്ഞത്, എന്താ? മരണം ജീവിതം പഠിച്ചോ പഠിച്ച് നിങ്ങളെ പരീക്ഷിക്കാനാണ്. നിങ്ങളിൽ ആരാണ്? അയ്യുക്കും, നിങ്ങളിൽ ആരാണ്? അഹ്സൻ, ഏറ്റവും നന്നായി ചെയ്യുന്നവൻ അമൽ. അക്തറു, ധാരാളം ചെയ്യുന്നവൻ നല്ല ചോദിച്ചത്. കുറച്ച് ഇയാൾ ചെയ്യും, അതിന് ക്വാളിറ്റി അങ്ങനെയായിരിക്കും, കന ഉണ്ടാവും. മറ്റേ കുറേ ചെയ്യും അല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് വേണ്ടി കുറേ വേണ്ടി വരും. പണ്ടല്ലേ ഒന്ന് ഒറിജിനൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മതിയായിരിക്കും, അത് ഒത്തിരി കന ഉണ്ടാവുക. അള്ളാഹ്ക്ക് അതാ വേണ്ടത്. അള്ളാഹിലേക്ക് നമ്മൾ കീഴൊതുങ്ങുമ്പോൾ നോമ്പിന്റെ മാസങ്ങളുണ്ടാ കീഴൊതുങ്ങുക, വീട്ടിലാരെങ്കിലും മരിച്ചാൽ കീഴൊതുങ്ങുക അല്ലേ, പെട്ടെന്ന് അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഒന്ന് കീഴൊതുങ്ങുക. ഇത് പഠിച്ചവനക്കും അറിയാം. നമ്മൾ പാലം കടക്കുമ്പോഴുള്ള പരിപാടി ഇത് നമ്മളതിൽ മിക്കവാറും അങ്ങനെയാണ്. എന്തെങ്കിലും മുസീബത്തൊക്കെ വരണ്ടേ അല്ലേ, ഭാര്യനെ പ്രസവ റൂമിലേക്ക് കയറ്റണം, അല്ലെങ്കിൽ അനിയനെ ICUലേക്ക് കയറ്റണം, ഈതുക അല്ലേ. സാധാരണ കോമഡി പറയല്ലേ, ഇലക്ഷൻ മുമ്പ് ഇലക്ഷൻ വരുമ്പോൾ എന്തെല്ലാം ദുആ ഇറങ്ങുക അല്ലേ. ആ ദുആ അള്ളാന്റെ കേട്ട് അപ്പം തന്നെ പൊടി മാറ്റി മൊത്തം ഇന്ത്യ മൊത്തം ജയിച്ചു, പിന്നെ തോന്നിയ ദിവസം കളിക്കണം. അതിനാണ് അല്ലേ. അങ്ങനെ അള്ളാഹിലേക്ക് മുഹ്സിൻ, ഏറ്റവും നന്നായി, കപടതയില്ലാതെ. നമുക്കും അതല്ലേ ഇഷ്ടം, ഒരാൾ നമുക്ക് ചെയ്യുന്നത് ഏറ്റവും പെർഫെക്റ്റായി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഇഷ്ടം. കുറെ വെറുതെ ചെയ്ത് കൂട്ടരല്ല. എങ്കിൽ അവന്റെ പ്രത്യേകത ഫഖദ് ഇസ്തംസക്, അവൻ മുറുക്കെ പിടിക്കുകയാണ്, ബിൽഉർവത്തിൽ വുസ്ഖ, ഏറ്റവും ബലവത്തായ ആ കയറിനെ അവൻ ഞാൻ പിടിക്കുകയാണ്. ഓൻ തോറ്റു, എനിക്ക് പടച്ചോന്റെ പിടുത്തം കിട്ടും. അതുകൊണ്ടാണ് ചെയ്യുന്നത് ഏറ്റവും നന്നായി ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മദീന പള്ളിയിൽ നിസ്കരിച്ചപ്പോൾ എന്ത് പറഞ്ഞു? നീ നിസ്കരിച്ചിട്ടില്ല, മാറ്റി നിസ്കരിക്കും. സലാം വീട്ടി വീണ്ടും സലാം പറഞ്ഞു നീ നിസ്കരിച്ചിട്ടില്ല, വീണ്ടും നിസ്കരിക്കും. പിന്നെ നിസ്കരിച്ചു, സലാം പറഞ്ഞു നീ നിസ്കരിച്ചിട്ടില്ല, നീ മടങ്ങ് നിസ്കരിക്കും, നീ നിസ്കരിച്ചിട്ടില്ല. 3 തവണ നിസ്കരിച്ചിട്ട് മടക്കി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നബിയെ അള്ളാഹുവാണ് സത്യം, എനിക്ക് ഇങ്ങനെയല്ലാതെ നിസ്കരിക്കാൻ അറിഞ്ഞൂടാ, നിങ്ങൾ പറഞ്ഞതാ, എന്താ പറ്റുക? അപ്പൊ നബി പറഞ്ഞു കൊടുക്കാണ്, എല്ലാവരും കേട്ടോളൂ, നിസ്കാരത്തിലേക്ക് നിന്നാൽ
അടക്കോ ഒതുക്കോ നിൽക്ക്. നീ ഫാത്തിഹ ഓത്, നിനക്ക് അറിയുന്ന സൂറത്ത് ഓത്, എന്നിട്ട് നീ റുക്കോയിൽ പോയിട്ടോ നിൽക്ക്, റുക്കോയിലവിടെ നിൽക്ക്. എഴുതിലേക്ക് വാ, അവിടെ നിൽക്ക്. ചെല്ലാനൊക്കില്ലേ, സുജൂദിലേക്ക് പോ, അവിടെ നിൽക്ക്. അടക്കോ ഒതുക്കോ വേണം. ആ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടത്. കുത്തി മറിഞ്ഞിട്ട് പഠിച്ചവർക്ക് ഒരു ചുക്ക് കിട്ടാൻ അല്ലേ, നമുക്കൊന്നും അത് കിട്ടൂല. ചെയ്യുന്നത് വൃത്തി ചെയ്യും. ദാനം കൊടുക്കുന്നുണ്ടോ, ശപിച്ചിട്ടും വെറുത്തിട്ടും ഇഷ്ടയിലാണ് കൊടുക്കണ്ട. നിനക്ക് പഠിച്ചവരത് സ്വർഗം കിട്ടുന്ന രീതി, നിന്നെ കൊണ്ട് പറ്റുന്ന രീതി. എൻ്റെ അഭിമാനം മോശം, ഞാൻ എന്നും 500 കൊടുക്കുന്ന ആളാണ്, ഇന്നിൻ്റെ ഇല്ല. നീ നിനക്ക് പറ്റുന്നതാ കൊടുക്കേണ്ടത്, കൂലി കിട്ടുന്നതാ കൊടുക്കേണ്ടത്. ഈ 500 കൊടുക്കണ്ടല്ലോ, ആദായം പറയാൻ കേട്ടോ പറഞ്ഞത്. ആവശ്യം വരുമ്പോൾ എന്നിട്ട് ഞാൻ പിരിവ് പറയൂല്ല, ഞാൻ പറയാണ്. നമ്മൾ ആ വെറുത്തിട്ടും കൂലി കിട്ടാൻ നമ്മൾ കൊടുക്കരുത്. ഒരാളെ തക്കാരത്തിന് വിളിക്കുകയാണ്, മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടോ വിളിച്ചു, ഇല്ലെങ്കിൽ പൈസ പോവും, കാശ് പോവും എന്നല്ലാതെ. ഇബാദത്ത് ചെയ്യുന്ന എന്തും നീ എന്ത് ചെയ്യും, നീ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യും, വേറെ കാണിക്കാൻ പറ്റുമല്ല. മുഹ്സിൻ എങ്കിലും അവൻ എന്ത് ചെയ്തു, ഏറ്റവും ബലവത്തായ ഒരു കാരണം മുറുക്കെ പിടിച്ചു. അള്ളാഹുവിലേക്കാണ് ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളൊക്കെ മടങ്ങുന്നത് എവിടെയാണ്, അള്ളാഹു. ഈ ക്ലാസ്സിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കേൾക്കുന്നത് എല്ലാവരോടും പറയാണ്, നമ്മൾ ചെയ്യുന്നത് ഇഹ്സാനോടുകൂടി ചെയ്യണം. നമ്മൾ പഠിച്ചില്ലേ, ഈമാനുണ്ട്, ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്, പിന്നെ എന്തുണ്ട്, ഇഹ്സാനുണ്ട്. ഈ മുഹ്സിൻ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അറിയോ, നമ്മൾ ഏറ്റവും ടോപ്പ് ദർജയാണ്. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ, നീ അള്ളാഹിനെ ആരാധിക്കുക. നീ അള്ളാഹിനെ കാണുമ്പോലെ. ഇവിടെ നമ്മൾ ഓഫീസിൽ ബോസ് വന്നു കഴിഞ്ഞാൽ അല്ലേ, ബോസ് നോക്കുന്നുണ്ട് തിരിഞ്ഞാൽ അന്ന് നമ്മളെ വർക്കിന്റെ സ്റ്റൈലൊക്കെ മാറും അല്ലേ, മാറൂലേ? എല്ലാവരും മാറും, എല്ലാം കാണിക്കും. ഭയങ്കര ബോസ് ഓഫീസിന്റെ ഡെക്കറേഷൻ നമ്മൾ മാറ്റും, എല്ലാവർക്കും. അള്ളാഹിനെ കാണുമ്പോൾ ഇങ്ങനെയാ ചെയ്യേണ്ടത്. അള്ളാഹിനെ കാണുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അള്ളാഹിനെ കാണാൻ ഈ ഒരു ഈമാനൊന്നും കിട്ടൂല. അങ്ങനെ പറ്റില്ല. അവൻ നിന്നെ കാണുന്നുണ്ട് എന്നൊരു ബോധം ഉണ്ടാകണം. നമസ്കരിക്കും പഠിച്ചവനെ കാണുന്നു, അത് നോക്കുന്നുണ്ട് എന്നൊരു ബോധം ഉണ്ടാക്കുക. അതുകൊണ്ട് ആരെങ്കിലും അവിശ്വസിച്ചാൽ, നന്ദി കേട് കാണിച്ച് അവിശ്വസിച്ചാൽ, നിങ്ങൾ സങ്കടപ്പെടുത്തേണ്ട. കുഫ്ർ ഒരു നിഷേധം. ഭൂമിയിൽ തോന്നിയാസുകളായ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നബിയെ നിങ്ങൾ സങ്കടപ്പെടുന്നു വേണ്ട. കാരണം ഇലൈന നമ്മളിലേക്കാണ് മർജിഉഹും അവരുടെ മടക്കം, ഫനുനബ്ബിഉഹും അവരെ നാം അറിയിക്കും, ബിമാ അമില അവർ ചെയ്തത്. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ നിങ്ങളുടെ നെഞ്ചകത്തിലുള്ളത് വരെ ആരറിയുന്നുണ്ട്, അള്ളാഹ് അറിയുന്നുണ്ട്. ഭൂമിയിൽ തോന്നിയാസുകളും അള്ളാഹിനെ നിഷേധിക്കുന്നവർ, കളിയാക്കുന്നവർ, റസൂലുള്ളാഹിനെ കളിയാക്കുന്നവർ ഒക്കെ ഉണ്ടാകും. ഫലയഹ്സുൻ നിങ്ങൾ ആരും ദുഃഖപ്പെടുത്തേണ്ട. നിഷേധം. എല്ലാവരും മടങ്ങുന്ന എങ്ങോട്ടേക്കാണ്, അള്ളാഹിലേക്ക്. ഒരു പോകുന്നില്ല, എല്ലാവരും മടങ്ങുന്ന എങ്ങോട്ടേക്കാണ്, അള്ളാഹിലേക്കാണ്. ചെയ്തത് മുഴുവൻ എന്ത് ചെയ്യും, അള്ളാഹ് അറിയിക്കും. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് വരെ ആരറിയുന്നുണ്ട്, അള്ളാഹ് അറിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പറയാണ്, ചെയ്യുന്നത് ആത്മാർത്ഥമായി ചെയ്യുക, ഇഖ്ലാസോടുകൂടി ചെയ്യുക അല്ലേ. ആ നിലയ്ക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് പഠിച്ചു നന്നായി കൂടുതൽ. ഇല്ലെങ്കിലോ അള്ളാഹ്ക്കൊന്നും സംഭവിക്കുക, നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അടുത്തായിരുന്നു അത് نمتعهم قليلا ثم نضطرهم إلى عذاب غليظ. نمتعهم നാം അവർക്ക് സുഖം നൽകും. ഇപ്പം പഠിച്ചോനെ നിഷേധിക്കുന്നവരും കളിയാക്കുന്നവരും കുഫറിൽ ജീവിക്കുന്നവരൊക്കെ നല്ല അടിച്ചു പൊളിച്ചിരിക്കുന്ന നിങ്ങളല്ലേ ഈ പർദ്ദയിനുള്ളിൽ ഈ താടിയും വെച്ച് 5 നിസ്കരിച്ച് ദുനിയാവിനെ ആസ്വദിക്കാൻ പറ്റാതെ മോയന്തകളൊക്കെ പറയും. നുമത്തിഉഹും ഈ നിഷേധികൾക്ക് നാം ആസ്വദിക്കാൻ സമയം കൊടുക്കും, സുഖിപ്പിക്കും. ഖലീല കുറച്ച്, പിന്നെ നദ്തറുഹും നാം അവരെ നിർബന്ധിച്ചെടുക്കും അങ്ങോട്ട് ഇലാ അദാബ് ശിക്ഷയിലേക്ക്. വലിയ കഠിനമായ ശിക്ഷയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. മരണത്തോടുകൂടി കഴിഞ്ഞു, ഒന്ന് ശ്വാസം തീർന്നാൽ കഴിഞ്ഞു.